മുതൽ നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് എന്ത് ചെയ്യണം? അങ്ങ് പോവാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താണ് നമ്മളുടെ ഫോട്ടോസിന്തസിസ് എന്താണെന്നും ഫോട്ടോസിന്തസിസിന്റെ പ്രൊഡക്റ്റുകൾ എന്താണെന്നും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, എങ്ങനെയാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോ നമുക്കറിയാം, ഹ്യൂമൻ ബീങ്സിനും പ്ലാന്റ്സിനെ പോലെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലെ? അപ്പൊ അവരെപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ പ്ലാന്റ്സിനെ ഫുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ ഈ പറയുന്ന ആനിമൽസിന് അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് അടക്കമുള്ള ആനിമൽസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? നമ്മുടെ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫുഡ് നമ്മൾ എല്ലാരും കഴിക്കും, അല്ലെ? എല്ലാരും ഫുഡൊക്കെ കഴിച്ചല്ലോ. അപ്പൊ ഈ കഴിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ ഫുഡ് കഴിക്കുന്നേ? നമുക്ക് എനർജി കിട്ടാൻ, അല്ലെ? നമ്മള് ഓരോരോ ആക്ടിവിറ്റീസ് നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മിനിറ്റുകളും നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെ? അപ്പൊ ഈ പറയുന്ന ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? നമ്മുടെ ബോഡിക്ക് എനർജി വേണം, അല്ലെ? ഞാനിപ്പോ ഈ ക്ലാസ്സിൽ ഇരുന്നിങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇച്ചിരി ഒരു എനർജറ്റിക് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്, അല്ലെ? ആണെന്ന് തോന്നുന്നല്ലേ? ആയിരിക്കും. എനർജി യൂസ് ചെയ്തിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എനർജി നമ്മൾക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പവറിൽ ഞാൻ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പൊ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല, രാവിലെയും കഴിച്ചില്ല, ഉച്ചയ്ക്കും കഴിച്ചില്ല, വൈകുന്നേരം ഒന്നും ഞാൻ കഴിച്ചില്ല. വൈകുന്നേരം വന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഒരു എനർജി ലെവലിലായിരിക്കുമോ ഞാൻ ക്ലാസ് എടുക്കുന്നത്? ഇല്ല, നമ്മുടെ സൗണ്ട് ഒക്കെ തീരെ അവശയായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്, അല്ലെ? ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്, അല്ലെ? ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം എന്തൊക്കെയാണ് നമ്മളുടെ ബോഡിയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻസൈഡ് ദ ബോഡി എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത് എന്നുള്ളതാണ് ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു ഇമേജ് നിങ്ങൾ നോക്കി. ഈ ഇമേജിൽ നമുക്ക് കാണാൻ പറ്റും നിറയെ എന്താണ്? നല്ല പച്ചപ്പും ഹരിതാപയും, അല്ലെ? കുറെ പ്ലാന്റ്സ്. ഈ പ്ലാന്റ്സ് നമുക്കറിയാവുന്ന പോലെ നമുക്കറിയാം, ഈ പറയുന്ന പ്ലാന്റ്സിന് പ്രത്യേകിച്ച് എന്താണ്? ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്തായിരിക്കും? ഇവര് തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള, അവർക്ക് വേണ്ടി മാത്രമല്ല ബാക്കിയുള്ള ഓർഗാനിസത്തിന് വേണ്ടി കൂടിയുള്ള ഫുഡ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മളുടെ പ്ലാന്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെ? ഈ പ്ലാന്റ്സിന്റെ കേസിൽ അവർക്ക് പ്രത്യേകിച്ച് ഡൈജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് തന്നെ എന്താണ്? വളരെ സ്മോൾ മോളിക്യൂൾസ് ആണ്, അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ നമ്മളൊന്ന് എടുത്തു നോക്കിക്കേ. നമ്മൾ കഴിക്കുന്ന ഫുഡ് അതേ രീതിയിൽ തന്നെയാണോ നമ്മളുടെ ബോഡിയുടെ ബാക്കി എല്ലാ പാർട്സിലേക്കും പോകുന്നത്? ആണോ? അല്ലല്ലേ? ഹ്യൂമൻ ബീങ്സ്, ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, നിങ്ങളെ പോലെ കുറെ കുട്ടികൾ ഇരുന്ന് ഫുഡ് കഴിക്കുക, അല്ലെ? കുറെ ഫുഡ് എടുത്ത് കഴിക്കുന്നുണ്ട് അവര്. അപ്പൊ ഈ ഫുഡ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും എന്താണ്? ഡയറക്ട്ലി ഇപ്പൊ ഇവര് ജ്യൂസ് കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബുൾസെ കഴിക്കുന്നുണ്ട്, അതുപോലെയുള്ള കുറെ കാര്യങ്ങൾ ഇവര് കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ബുൾസെ എന്ന് പറയുന്നത് ബുൾസയുടെ അതേ ഫോമിലേക്കാണോ, അതേ ഫോമിൽ തന്നെ ആയിരിക്കുമോ നമ്മളുടെ ബോഡിയുടെ പാർട്ടിലേക്ക് എത്തുന്നത്? അല്ലല്ലേ? അല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരിക്കലും ബുൾസെ എന്ന് പറഞ്ഞാൽ ബുൾസെ എന്നാ പിന്നെ ബുൾസെ സെല്ലിലേക്ക് പോട്ടെ എന്നുള്ള രീതിയിലായിരിക്കത്തില്ല അവര് പോകുന്നത്. അവര് വീണ്ടും എന്തായിട്ട് മാറുന്നുണ്ട്? സിമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളായിട്ട് മാറുന്നുണ്ട്, അല്ലെ? ആണോ അല്ലയോ? അതെ. അപ്പോ ഈ ഇമേജ് ഒന്ന് നോക്കിക്കേ. ഈ ഇമേജിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കില് എന്താണ്? ക്യാരറ്റ് ഉണ്ട്, ബനാനാസ് ഉണ്ട്, ടൊമാറ്റോസ് ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുന്നതൊക്കെ ഡയറക്ട്ലി ചെയ്തതായിട്ടാണ് കാണിച്ചേക്കുന്നത്. പക്ഷെ ഈ ഒരു ഫോമിലായിരിക്കുമോ നമ്മളുടെ ബോഡിയിലേക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരം ചെല്ലുന്നത്? ആയിരിക്കുമോ? ഒരിക്കലും അല്ലല്ലേ? അല്ല. അവിടെ നമുക്ക് എന്ത് നടക്കുന്നുണ്ട്? നമ്മളുടെ ബോഡിയിൽ ഡൈജഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, ഡൈജഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം അതിന്റെ അതേ ഫോമിലല്ല എങ്ങോട്ടേക്ക് ചെല്ലുന്നത്? നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗൻസിലേക്ക് ആയിക്കോട്ടെ, സെൽസിലേക്ക് ആയിക്കോട്ടെ എത്തുന്നത് അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഈ ഒരു ഫോമിലായിരിക്കത്തില്ല. പകരം എങ്ങനെയായിരിക്കും? ഇതിങ്ങനെയുള്ള നമ്മൾ കഴിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ വളരെ സിംപ്ലർ ആയിട്ടുള്ള അബ്സോർബിൾ ഫോമിലേക്ക് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ചോറായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളിപ്പോ രാവിലെ കപ്പയും ബീഫും ആണ് കഴിച്ചതെന്ന് വെക്കുക.
അപ്പൊ കപ്പയും ബീഫും നമ്മൾ കഴിച്ചിട്ട് ഈ കപ്പയും ബീഫിന്റെ അതേ ഫോമിലല്ല നമ്മളുടെ ഈ പറയുന്ന സ്റ്റൊമക്കിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ ബാക്കി ബോഡി പാർട്സിലേക്ക് എത്തുന്നത് ഒരിക്കലും ഈ പറഞ്ഞ കപ്പ അല്ലെങ്കിൽ എന്താണ് ബീഫ് എന്ന് പറയുന്ന ഫോമിലായിരിക്കത്തില്ല എത്തുന്നത്. പകരം എന്ത് നടക്കും? ഡൈജഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്ന് എന്ത് ഹെൽപ്പ് ചെയ്യും? ഡൈജഷനിലൂടെ എന്ത് സംഭവിക്കും? ഈ കപ്പയും ബീഫും ഒക്കെ എന്ത് സംഭവിക്കും? നന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ നന്നായിട്ട് ബ്രേക്ക് ആയി സിമ്പിളർ ആയിട്ട് ഈ പറയുന്ന സെൽസിലേക്കൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫോമിലേക്ക് എന്തായി മാറും? ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ മാറും. അപ്പോ ഇത്തരത്തില് നമ്മളുടെ ഡൈജഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും process of converting complex food materials into simple absorbable forms. അതായത് നമ്മൾക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും അല്ലെ? ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ കഴിക്കുന്ന രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഈവനിംഗിൽ നമ്മൾ കഴിക്കുന്ന സ്നാക്സ് ആണെങ്കിലും ഒക്കെ എന്താണ് കോംപ്ലക്സ് ഫോമിലുള്ളതായിരിക്കും. ഈ പറയുന്ന സംഭവം കോംപ്ലക്സ് ആയിട്ട് ഒരിക്കലും നമ്മളുടെ ബോഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ പലതരത്തിലുള്ള സെൽസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെ ഒന്നും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഫുഡ് ഐറ്റംസിന് പറ്റത്തില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മളുടെ ബോഡിയിൽ എന്ത് ചെയ്യണം? ഇതിനെ ഡൈജസ്റ്റ് ചെയ്യണം. അതേസമയം പ്ലാന്റ് കേസിൽ എങ്ങനെയാണ്? പ്ലാന്റ് കേസിൽ പ്രത്യേകിച്ച് ഡൈജഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കാരണം അവിടെ ഫോം ചെയ്യുന്നത് തന്നെ എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത് അല്ലെ? ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സിമ്പിൾ ഫുഡ് ഐറ്റം ആണ് അല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ ന്യൂട്രിയന്റ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഡൈജഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്ലാന്റ്സിന് പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമോ ഒന്നും ഇല്ല. പക്ഷെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ അത് അങ്ങനെയാണോ? അല്ല. നമ്മൾ കഴിക്കുന്ന കോംപ്ലക്സ് ഫുഡ് ഐറ്റംസിനെ എന്താക്കി മാറ്റണം? സിമ്പിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ സെൽസിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് യൂട്ടിലൈസ് ചെയ്ത് പലതരത്തിലുള്ള സെല്ലുലാർ ആക്ടിവിറ്റീസ് നടത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും അവര്? നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പല പല പ്രോസസ്സുകളിലൂടെ എന്ത് സംഭവിക്കും? ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ എന്താക്കി മാറ്റും? സിമ്പിൾ അബ്സോർബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈജഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ ഡൈജഷൻ എന്താണ്? പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻടു സിമ്പിൾ അബ്സോർബിൾ ഫോംസ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡൈജഷൻ ഒക്കെ നടന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തില് പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ഉണ്ട് അല്ലെ? നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളായിക്കോട്ടെ, പഴങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ജ്യൂസ് ആയിട്ട് കഴിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കഴിക്കുന്ന എല്ലാ ആഹാരത്തിലും അല്ലെങ്കിൽ എല്ലാ ഫുഡ് ഐറ്റംസിലും എന്തുണ്ടായിരിക്കും? ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇത് ക്യാരറ്റ് നല്ലപോലെ കഴിക്കണം, അതിൽ വിറ്റാമിൻ എ ഉണ്ട്. അതുപോലെ തന്നെ ഓരോരോ ഇപ്പൊ പയറ് കഴിക്കുകയാണെങ്കിൽ അതിൽ നല്ല ഫൈബർ ഉണ്ട്. അതുപോലെ നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് നല്ല കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തില് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിൽ എന്തുണ്ടായിരിക്കും? പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും. ഈ ഓരോ ന്യൂട്രിയൻസിനും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ടായിരിക്കും? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും അവയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ബാലൻസ്ഡ് ആയിട്ട് വേണം പോകാനായിട്ട്. ചില ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് കുറെ ഫാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ചിലത് നമുക്ക് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും? ചിലത് നമുക്ക് വിറ്റമിൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ചിലത് നമുക്ക് പ്രോട്ടീൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ കുറെ പ്രോട്ടീൻസ് ഉള്ള ഫുഡ് മാത്രം കഴിച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം പ്രോട്ടീൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും, ഫാറ്റിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും, കാർബോഹൈഡ്രേറ്റിന് വേറൊരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന ഡയറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് ഒരു കറക്റ്റ് പ്രപ്പോർഷനിൽ ആയിരിക്കണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ കുറെ പ്രോട്ടീൻ ഉള്ള അല്ലെങ്കിൽ കുറെ ഫാറ്റ് ഉള്ള ഫുഡ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫൈനലി എന്തായി പോകും? കുറെ ഡിസീസസ് ഒക്കെ വന്ന് വയ്യാണ്ടായി പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഫുഡ് കഴിക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിക്കുക. അത് നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോന്നോ അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്നോ ഒന്നും ഓർക്കേണ്ട കാര്യമില്ല. കാരണം അത് നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഫുഡിൽ എന്ത് ചെയ്യുക? നമുക്ക് ചിലപ്പോൾ ചിക്കൻ കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ബീഫ് കഴിക്കാൻ വലിയ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്ത് സംഭവിക്കും? ഫാറ്റ് കൂടുതൽ വരും അല്ലെ? ഫാറ്റ് കൂടുതൽ വരും. അതേസമയം നമ്മൾ പച്ചക്കറികൾ ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിറ്റമിൻസ് വരത്തില്ല,
മിനറൽസ് തരത്തില്ല, അതിന് ഒന്നും വരില്ല. നമ്മുടെ ബോഡിയിൽ എന്താണ് അതൊക്കെ ഡെഫിഷ്യന്റ് ആയി പോകും. പക്ഷെ ഫാറ്റ് എന്ത് ചെയ്യും, കൂടി അങ്ങ് നിൽക്കും അല്ലെ. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമുണ്ടോ? കുറച്ച് അസുഖം വരാനല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് വേണം എന്ത് ചെയ്യാനായിട്ട്, ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി പറഞ്ഞു, ഈ പറയുന്ന ഓരോ ന്യൂട്രിയൻസിനും എന്താണ് ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് എന്ത് നോക്കാം, ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിൽ എന്ത് ഫങ്ഷൻ ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിറ്റമിൻ ഉള്ള ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഫാറ്റ് ഉള്ള ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഫൈബേഴ്സ് ഉള്ള ഫുഡ് കഴിക്കണം, കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ബോഡിയിൽ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ഉണ്ട് അല്ലെ, പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്നും അവയുടെ ഫംഗ്ഷൻ എന്താണെന്നും നമുക്ക് നോക്കാം. ന്യൂട്രിയന്റ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയും അല്ലെ. കാർബോഹൈഡ്രേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ കാർബോഹൈഡ്രേറ്റ് എന്ന് അല്ലെ. കാർബോഹൈഡ്രേറ്റ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ മലയാളികളാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഈ ചോറ് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമുള്ള ആൾക്കാർ. അപ്പം നമ്മൾ ഈ ചോറ് കഴിക്കുമ്പോഴും അതുപോലെ നമ്മൾ ഈ കിഴങ്ങ് വർഗത്തിലുള്ള സംഭവങ്ങൾ, അതായത് ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ കിഴങ്ങില്ലേ, പൊട്ടറ്റോ, ഈ പൊട്ടറ്റോ ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് കിട്ടും. ഈ കാർബോഹൈഡ്രേറ്റ് നമ്മളിങ്ങനെ കഴിക്കുന്നതുകൊണ്ട് എന്തായിരിക്കും ഗുണം, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മളുടെ കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് എനർജി. നമ്മളുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ സെല്ലുകൾക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എനർജിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മളുടെ കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രോട്ടീന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂസിനെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ടിഷ്യൂസ്, നമുക്കറിയാം സെൽസ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ടിഷ്യൂസ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ടിഷ്യൂസ് നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ ഒരുപാട് തരത്തിലുള്ള ടിഷ്യൂസ് ഉണ്ട്. മസിൽ ടിഷ്യൂസ്, അങ്ങനെയുള്ള പല നെർവസ് ടിഷ്യൂസ്, അങ്ങനെ പല തരത്തിലുള്ള ടിഷ്യൂസ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ടിഷ്യൂസിനെയൊക്കെ ബിൽഡപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബിൽഡിംഗ് അപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ പ്രോട്ടീന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി ടീച്ചർ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ആഹാരം എപ്പോഴും നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, നമ്മൾ ഒരുപാട് ഫാറ്റ് കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കും അല്ലെ. ഫാറ്റ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആവശ്യമാണ്? നമ്മളുടെ ഫാറ്റ് ആവശ്യമാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അത് കൂടുതലായാലും എന്താണ്, കുഴപ്പമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, അധികമായാൽ അമൃതവും വിഷം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഫാറ്റിന്റെ കേസ്. ഫാറ്റ് നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക എല്ലാ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസിലും എന്തുണ്ട്, ഫാറ്റ് ഉണ്ട്. അപ്പൊ ഈ ഫാറ്റ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ബോഡിയിൽ ഫാറ്റ് അടിഞ്ഞുകൂടി നമുക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഫാറ്റിന് നമ്മളുടെ ബോഡിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. കാരണം ഈ ഫാറ്റും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ബോഡിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അധികമാകുമ്പോൾ എന്താണ് പ്രശ്നമാണ്. അതിപ്പോ ഏത് ന്യൂട്രിയന്റ് ആണെങ്കിലും നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ലെവലുണ്ട്. ആ ലെവൽ കഴിഞ്ഞു കഴിയുമ്പോഴാണ് പിന്നീട് അത് എന്തായിട്ട് മാറുന്നത്, പലതരത്തിലുള്ള പ്രോബ്ലംസിലേക്ക് പോകുന്നത്. അപ്പൊ ഫാറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നതും എന്താണ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഫംഗ്ഷൻ? എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. ഫാറ്റിന്റെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, എനർജി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം നമ്മളുടെ ബോഡിയിൽ നമ്മൾ പരസ്യത്തിലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ഫുഡ് ഐറ്റം, ഞാൻ സ്പെസിഫിക്കലി പറയുന്നില്ല, അപ്പൊ നമ്മൾ കഴിക്കുന്ന ഓരോരോ, ഇപ്പൊ നമുക്ക് എനർജി ഡ്രിങ്ക്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അപ്പൊ പരസ്യത്തിൽ പറയുമ്പോൾ ഇതിനകത്ത് നിറയെ മിനറൽസും വിറ്റാമിൻസും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ളൊരു നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് മിനറൽസ് എന്ന് പറയുന്നത്. അടുത്തൊരു ന്യൂട്രിയന്റ് ആണ് മിനറൽസ് എന്ന് പറയുന്നത്. മിനറൽസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് തന്നെയാണ്. കാരണം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന മിനറൽസ് നമ്മളുടെ എല്ലാ തരത്തിലുള്ള ലൈഫ് പ്രോസസ്സുകളെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്,
ലൈഫ് പ്രോസസ്സുകളെ, അതായത് ലൈഫ് പ്രോസസ്സുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ലൈഫ് പ്രോസസ്സുകൾ? നമ്മുടെ ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ലൈഫ് പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളുടെ സർക്കുലേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മളുടെ ബ്രീത്തിങ് ആയിക്കോട്ടെ, ഹാർട്ട് ബീറ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ എന്താണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള ലൈഫ് പ്രോസസ്സുകളെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ മിനറൽസ് എന്ന് പറയുന്നത്. നമ്മളുടെ ലൈഫ് പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് ആര്? മിനറൽസ് എന്ന് പറയുന്നത്. ഇനി മിനറൽസിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പരസ്യത്തിൽ കേൾക്കാറുള്ളതാണ് വിറ്റമിൻസ് എന്ന് പറയുന്നത്. വിറ്റമിൻസ് നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഫുഡ് ഐറ്റംസിലും എന്തുണ്ട്? വിറ്റമിൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നു. അതിലൊക്കെ ഓരോരോ തരത്തിലുള്ള വിറ്റമിൻസ് കാണും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ ക്യാരറ്റ് കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കും. ആ ഒരു ലീഫി വെജിറ്റബിൾസിലും അതുപോലെ തന്നെ ഈ പറയുന്ന ക്യാരറ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള വെജിറ്റബിൾസിലൊക്കെ വിറ്റമിൻ എ എന്ന് പറയുന്ന ഒരു എന്തുണ്ട്? വിറ്റമിൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുവാണെങ്കിൽ നമ്മൾ ഓറഞ്ച്, നാരങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൽ വിറ്റമിൻ സി ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള വിറ്റമിൻസ് നമ്മൾ ഓരോ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് വഴി നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വിറ്റമിൻസ് കിട്ടുന്നുണ്ട്. ഇനി എന്തായിരിക്കും ഈ വിറ്റമിന്റെ ഫംഗ്ഷൻ? എന്തായിരിക്കും വിറ്റമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സുകളെയും, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരുപാട് ബോഡി പ്രോസസ്സുകളുണ്ട്. അപ്പൊ നമ്മളിപ്പോ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നു. ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ വിറ്റമിൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു ന്യൂട്രിയന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്? വെള്ളം. നിങ്ങൾ എത്ര പേര് കറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്? നമ്മൾ കേട്ടിട്ടുണ്ട് ദിവസവും ഏറ്റവും കുറഞ്ഞത് 1 ലിറ്റർ വെള്ളം എങ്കിലും കുടിക്കണമെന്നാണ് പറയുന്നത്, അല്ലെ? പക്ഷെ നമുക്ക് എല്ലാവർക്കും മടിയായി ഈ വെള്ളം കുടിക്കാൻ. എനിക്ക് മടിയാണ് വെള്ളം കുടിക്കാൻ. എന്റെ ഫ്രണ്ട്സ് വന്നിട്ട് കുടിക്കുന്നു പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ കുടിക്കത്തുള്ളൂ. അതുപോലെയാണ് എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഈ പറഞ്ഞ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് സൗന്ദര്യം വെക്കാനൊക്കെ ഭയങ്കര നല്ലതാണ്, നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് തിളങ്ങി നിൽക്കാനൊക്കെ നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്കിന്നാവും. ഓക്കെ, ഇപ്പൊ ഫംഗ്ഷൻ എഴുതുമ്പോൾ അത് എഴുതരുത്. പക്ഷെ എന്താണ്, നമ്മൾ വെള്ളമൊക്കെ നല്ലപോലെ കുടിച്ചു കഴിഞ്ഞാല് എന്താണ് നല്ലതാണ്, നമ്മളുടെ ബോഡിക്കും നല്ലതാണ്. അതുപോലെ തന്നെ എന്താ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അപ്പൊ ഈ വാട്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ വെള്ളം കുടിക്കാറില്ല എന്നുള്ളൊരു സത്യം. ഇനി ഈ വെള്ളം നമ്മൾ കുടിക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിലൂടെ, ഇപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴും നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെല്ലുന്നുണ്ട്? വാട്ടർ ചെല്ലുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ ബോഡിയുടെ ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള വെള്ളം എന്ത് കിട്ടണം? നമ്മളുടെ ബോഡിക്ക് കിട്ടണം, അല്ലെ? എന്തെങ്കിലും അത് പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ പറയുന്ന വാട്ടറിന്റെ ഫങ്ഷൻ എന്തായിരിക്കും നമ്മളുടെ ബോഡിയിൽ? ഇത് തന്നെ, നമ്മുടെ ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും പ്രോപ്പർ ആയിട്ട് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ വാട്ടറിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് ആണ് എന്തൊക്കെ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്, മിനറൽസ്, വിറ്റമിൻസ്, അതുപോലെ വാട്ടർ. ഇത്രയാണ് മേജർ ആയിട്ട് നമ്മളുടെ ഫുഡ് ഐറ്റംസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന മേജർ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ എന്തുണ്ട്? സ്പെസിഫിക് ആയിട്ടുള്ള ഓരോരോ ഫങ്ഷൻസും ഉണ്ട്. അതുകൊണ്ട് എന്താണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഡയറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഓക്കെ, എന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, അതിന് കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മളുടെ ബോഡിക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാരും ഇനി നാളെ തൊട്ട് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റിന്റെ അളവും പ്രോട്ടീന്റെ അളവ് എത്രമാത്രം നമ്മൾക്ക് ബോഡിക്ക് വേണം എന്നൊക്കെ അറിഞ്ഞ് എന്ത് ചെയ്യുക? ഫുഡ് കഴിക്കാനായിട്ടൊക്കെ നോക്കുക. ഓക്കെ, ഇനി ഫുഡൊക്കെ കഴിച്ചു, അല്ലെ? നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഫുഡ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ന്യൂട്രിയൻസ് ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എത്തണം, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് നമ്മളുടെ സെല്ലിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതേ രീതിയിൽ നമ്മുടെ ബോഡിയിലേക്ക് പോയാൽ അത് കിട്ടുമോ? ഇല്ല.
അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ആ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താക്കി മാറ്റണം, സിമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആക്കി മാറ്റണം അല്ലെ. അതായത് സെല്ലിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിമ്പിൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റിയെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സെൽസിനൊക്കെ ആവശ്യമായിട്ടുള്ള ഈ ന്യൂട്രിയൻസ് കറക്റ്റ് ആയിട്ട് എവിടെ എത്തത്തുള്ളൂ, നമ്മുടെ സെല്ലുകളിലേക്കൊക്കെ എത്തത്തുള്ളൂ. ഇപ്പൊ ക്യാരറ്റ് കഴിച്ചെന്ന് പറഞ്ഞ ക്യാരറ്റ് അല്ല എങ്ങോട്ടേക്ക് പോകുന്നത്, നമ്മളുടെ ബോഡിയുടെ സെല്ലിലേക്ക് പോകുന്നത്. പകരം ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസും അതുപോലെ വിറ്റമിൻസും മിനറൽസും ഒക്കെയാണ് എങ്ങോട്ടേക്ക് എത്തുന്നത്, നമ്മുടെ സെൽസിലേക്ക് എത്തുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യണം, കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റിനെ സിമ്പിൾ ആയിട്ടുള്ള എന്താക്കി മാറ്റണം, സബ്സ്റ്റൻസുകളായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു എന്തായിരുന്നു ഡൈജഷൻ. അപ്പോ ഹ്യൂമൻസിന് എങ്ങനെയായിരിക്കും ഈ പറയുന്ന ഡൈജഷൻ നടക്കുന്നത്, എങ്ങനെയായിരിക്കും നടക്കുന്നത്, എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? അപ്പോ ഇത്തരത്തില് ഹ്യൂമൻ ബീങ്സില് ഡൈജഷൻ നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ സിസ്റ്റം ആണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഇരിപ്പുണ്ട് അല്ലെ, ആളെന്ത് ചെയ്യാണ്, ഒരു ആപ്പിള് കഴിക്കുകയാണ്. നമുക്ക് ഇവിടെ നോക്കി അറിയാം, നമ്മുടെ ആപ്പിള് നമ്മുടെ കൂട്ടുകാരെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ആപ്പിൾ എന്ന് പറയുന്ന ഫോമിലായിരിക്കത്തില്ല നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ എത്തുന്നത്. പകരം എങ്ങനെയായിരിക്കും, അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡി പാർട്സിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് മെയിൻലി 2 പാർട്സുകൾ ചേർന്നിട്ടുള്ളതാണ്. ഓക്കെ, എന്താണ്, 2 പാർട്സുകൾ ചേർന്നിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്. ഒന്നാമത്തെ പാർട്ടാണ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില സെക്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്, പലതരത്തിലുള്ള എൻസൈംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്, സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡുകളാണ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കനാൽ ഉണ്ട്, അതായത് നമുക്കിവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ലോങ് ട്യൂബ് ആയിട്ടൊരു സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതൊരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള കുറെ ട്യൂബുകൾ കൂടി ചേർന്നിട്ട് നമുക്ക് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് നമ്മുടെ അലിമെന്ററി കനാൽ അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്നൊക്കെ പറയും. അപ്പൊ ഈ പറയുന്ന ഡൈജസ്റ്റീവ് ട്രാക്റ്റും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡും കൂടി ചേർന്നതാണ് ആരെന്ന് പറയുന്നത്, നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വരുന്നത്, അല്ലെങ്കിൽ ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പാർട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നതിന്റെ ഒരു പ്രസന്റേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആഹാരം കഴിക്കുന്നു. ആഹാരം കഴിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ മൗത്ത് വഴി അല്ലെ, നമ്മുടെ വായിലൂടെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് പാർട്ട് എന്തായിരിക്കും, അപ്പോ ഇതാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ, ഇതാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കുറെ ഓർഗൻസും ഒക്കെ കൂടി ചേർന്ന ഒന്നാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ നമുക്കറിയാം, നമ്മള് ഫുഡ് കഴിക്കുന്നത് ഏതാണ്, നമ്മളുടെ മൗത്തിൽ വഴിയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മൗത്തിലേക്കാണ് നമ്മൾ ഫുഡ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളുടെ മൗത്ത് ആയിരിക്കും അല്ലെ. നമ്മളുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ തന്നെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മൗത്ത് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ മൗത്ത് തൊട്ട് താഴേക്ക് ഒരു ലോങ് ട്യൂബ് പോലെ നമുക്ക് കിടക്കുന്ന ഒരു കുറെ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഇതിനെ എല്ലാം കൂടി ചേർന്ന് പറയുന്ന പേര് നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്നെങ്കിൽ നമുക്കതിനെ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കതിനെ അലിമെന്ററി കനാൽ എന്ന് പറയാം. അപ്പൊ ഈ പറയുന്ന അലിമെന്ററി കനാലിന്റെ പാർട്സുകളാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മൗത്തില് എന്താ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും മൗത്തിൽ നടക്കുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനെ പയ്യെ ചൂയിങ് ചെയ്യാൻ തുടങ്ങും, അതിനെ പയ്യെ ചവയ്ക്കും അല്ലെ. ചവയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് പകുതി ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള
എന്തായിട്ട് മാറും, പാർട്ടായിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ അത് പതിയെ പതിയെ ബ്രേക്ക് ആവും. എന്നിട്ട് ഇത് സിമ്പിൾ ആയിട്ടുള്ള ചെറിയ സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അവിടെ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ നാക്ക്, അതുപോലെ തന്നെ നമ്മുടെ പല്ല്, അതുപോലെ നമ്മുടെ സലൈവയൊക്കെ ഈ പറയുന്ന എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ മൗത്തിലെ ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അവിടെ ഒരു പാർഷ്യൽ ഡൈജഷൻ, ഒരു പകുതി ഒരു ഡൈജഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ലോങ് ട്യൂബ് ആണ് അല്ലെ. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ഒരു ലോങ് ട്യൂബ് ആണ് അല്ലെ. ഈ ഒരു ലോങ് ട്യൂബ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. ഈ ലോങ് ട്യൂബിനെ നമ്മൾ പറയുന്ന പേരാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് പൈപ്പ് എന്നൊക്കെ പറയും. നമ്മൾ പറയുന്നത് ഈസോഫാഗസ്, നമ്മൾ സയൻസ് പഠിക്കുന്ന കുട്ടികളാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ അതേ പേര് സയൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേര് നമ്മൾ പഠിക്കണം. ഈസോഫാഗസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് പൈപ്പ് എന്നും പറയാം. ഈ പറയുന്ന മൗത്തിൽ വെച്ചിട്ട് ഡൈജഷൻ പകുതി കഴിഞ്ഞു. ആ പകുതി ഡൈജഷൻ അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ഡൈജഷൻ കഴിഞ്ഞ നമ്മളുടെ ഫുഡ് ഐറ്റംസ് ഏതുവഴി പാസ് ചെയ്യും? ഈ ഒരു ലോങ് ട്യൂബിലൂടെ എങ്ങോട്ടേക്ക് പോകും? ഈ ഒരു ലോങ് ട്യൂബിലൂടെ നമ്മളുടെ ഏത് പോർഷനിലേക്കായിരിക്കും പോകുന്നത്? ലിവറിലേക്കായിരിക്കുമോ പോകുന്നത്? ലിവറിലേക്കായിരിക്കുമോ പോകുന്നത്? അല്ല, വേറെ ഏതോ ഒരു പാർട്ടിലേക്കാണ് പോകുന്നത്. ആ പാർട്ടാണ് നമ്മളുടെ സ്റ്റൊമക് എന്ന് പറയും. ഓക്കെ, സ്റ്റൊമക് എന്ന് പറയും. അപ്പൊ മൂന്നാമതെത്തുന്ന ഫുഡ് എത്തുന്ന മൂന്നാമത്തെ പാർട്ട് ഏതാണ്? സ്റ്റൊമക്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും നമ്മളുടെ ഈ പറഞ്ഞ ഈസോഫാഗസിൽ എന്താ ഡൈജഷൻ ഒന്നും നടക്കുന്നില്ല എന്ന്? ഇല്ല, അവിടെ പ്രത്യേകിച്ച് ഡൈജഷൻ പ്രോസസ്സുകളൊന്നും നടക്കുന്നില്ല. നമ്മുടെ മൗത്തിൽ വെച്ച് നടന്ന ഒരു പാർഷ്യൽ ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം ആ പാർഷ്യൽ ഡൈജഷൻ കഴിഞ്ഞ ഫുഡ് എങ്ങോട്ടേക്കായിരിക്കും വരുന്നത്? ഈസോഫാഗസ് വഴി പാസ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ലോങ് ട്യൂബ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഈസോഫാഗസ് എന്ന് പറയുന്നത്. ആ ഈസോഫാഗസിലൂടെ എങ്ങോട്ടേക്ക് എത്തും? നമ്മളുടെ സ്റ്റൊമക്കിലെത്തും. അപ്പൊ ഡൈജഷന്റെ മൂന്നാമത്തെ പാർട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ അലിമെന്ററി കനാലിന്റെ മൂന്നാമത്തെ പാർട്ടാണ് സ്റ്റൊമക് എന്ന് പറയുന്നത്. ഈ സ്റ്റൊമക്കിൽ വെച്ചിട്ട് ഒരുപാട് ഡൈജഷൻ പ്രോസസ്, കുറെ നേരത്തേക്ക് നമ്മളുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ അവിടെ കിടക്കും. പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഫുഡ് ഐറ്റംസ് നമ്മുടെ സ്റ്റൊമക്കിൽ കുറെ നേരം ഇങ്ങനെ കിടക്കും. അപ്പോ നമ്മളുടെ സ്റ്റൊമക്കിന് ശേഷം, ഓക്കെ, നമ്മളുടെ സ്റ്റൊമക്ക് കഴിഞ്ഞ് ഡൈജഷൻ ഒക്കെ ഏകദേശം കുറെയൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളുടെ ഫുഡ് ഐറ്റംസ് പിന്നീട് എങ്ങോട്ടേക്കായിരിക്കും വരുന്നത്? ഈ സ്റ്റൊമക്കിന്റെ എൻഡിങ് എങ്ങോട്ടേക്കായി? ഈ ഒരു ലോങ് ട്യൂബ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വേറെ ഏതോ ഒരു പോർഷനിലേക്ക് എൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ പോർഷനെയാണ് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റൊമക്കിൽ നിന്നും ഡൈജഷൻ കഴിഞ്ഞ ഫുഡ് ഐറ്റംസ് പിന്നീട് എത്തുന്നത് നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കായിരിക്കും. ഓക്കെ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ തന്നെ ഒരു ലോങ് പാർട്ടാണ് ഈ പറയുന്ന ഒരു പിങ്ക് കളറില്, പിങ്ക് എന്ന് പറയാൻ പറ്റും, ഒരു ലൈറ്റ് പീച്ച് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു കളറിൽ കാണിച്ചേക്കുന്ന നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇവിടെ കുറെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ കിടക്കുന്ന നമുക്ക് കാണാം അല്ലെ, ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കിടക്കുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് ഈ പറയുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഡൈജഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ആയിരിക്കും. എന്നിട്ട് നമ്മുടെ സെൽസിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെ അബ്സോർപ്ഷൻ നടക്കുന്നതും ഈ പറയുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ആയിരിക്കും. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഡൈജഷൻ ഒക്കെ കഴിഞ്ഞു, അബ്സോർപ്ഷൻ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്കറിയാം നമ്മുടെ ഫുഡിൽ അത് നമുക്ക് വേസ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മളുടെ ഡൈജഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബോഡിക്ക് വേണ്ട എന്ന് തോന്നുന്ന കുറെ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ആ മെറ്റീരിയൽസിനെ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, പകരം നമുക്ക് അതിനെ റിമൂവ് ചെയ്യണം അല്ലെ. അപ്പം അടുത്തതായിട്ട് ഈ പറയുന്ന ഫുഡ് ഐറ്റംസ്, വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മൂവ് ചെയ്യുന്ന നെക്സ്റ്റ് പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം ഒരു ബ്രൗൺ കളറിൽ കാണിച്ചേക്കുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പ്രത്യേകിച്ച് ഡൈജഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല, പകരം എന്താണ്, ഇവിടെ വാട്ടറിന്റെ റീഅബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ഡൈജഷൻ പ്രോസസ് അധികമൊന്നും നടക്കുന്നില്ല. അതുപോലെ നമ്മുടെ ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് ഡൈജഷൻ പ്രോസസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. ഇനി ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ്, അതായത് ഇപ്പം കുറെ നേരത്തേക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ സ്റ്റോർ ചെയ്തിരിക്കും, പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം അല്ലെ, നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ചെയ്യുന്ന പാർട്ടാണ് ഈ പറയുന്ന ഈ ലാസ്റ്റ് കാണുന്ന ഈ ഒരു പോർഷൻ. ഈ ഒരു പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് റെക്റ്റം എന്ന് പറയും. ഓക്കെ, റെക്റ്റം.
ഈ ഒരു റെക്ടം ആണ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളുടെ ഡൈജഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഫുഡ് മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്ന, വേസ്റ്റ് മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെച്ച് പുറത്തേക്ക് കളയുന്നത് നമ്മളുടെ റെക്ടം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും പാർട്ട് കൂടി ചേർന്നതാണ് നമ്മളുടെ അലിമെന്ററി കനാൽ അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് നമ്മളുടെ മൗത്ത്, രണ്ടാമത് വരുന്നത് ഏതാണ്? ഈസോഫാഗസ്, മൂന്നാമത്തേത് വരുന്നത് എന്താണ്? സ്റ്റൊമക്ക്, നാലാമത് സ്മോൾ ഇന്റസ്റ്റൈൻ, പിന്നീട് വരുന്നത് ഏതാണ്? ലാർജ് ഇന്റസ്റ്റൈൻ. ഈ ഒരു ഓർഡർ എപ്പോഴും ഓർത്ത് വെക്കണം, കാരണം ഈ ഒരു ഓർഡറിലായിരിക്കും ഡൈജഷൻ പ്രോസസ് എപ്പോഴും നടക്കുന്നത്. അപ്പൊ മൗത്തിന് ഇപ്പൊ തോന്നുകയാണ് മൗത്തിലെ ഡൈജഷൻ കഴിഞ്ഞിട്ട് എന്നാ പിന്നെ ഡയറക്ട്ലി സ്മോൾ ഇന്റസ്റ്റൈനിലേക്ക് പോകാം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അതെന്താണ്? മൗത്തിൽ നിന്നും ഈസോഫാഗസിൽ വന്ന്, ഈസോഫാഗസിൽ നിന്നും സ്റ്റൊമക്കിലെത്തി, സ്റ്റൊമക്കിൽ നിന്നും സ്മോൾ ഇന്റസ്റ്റൈനിൽ എത്തുകയേ ചെയ്യത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് മൗത്തിൽ നിന്ന് ഡയറക്ട്ലി എന്ന് ഒരു കാരണവശാലും സ്മോൾ ഇന്റസ്റ്റൈനിലേക്ക് ഫുഡ് ഐറ്റംസ് വരത്തില്ല. അപ്പൊ എന്താണ്? ഇത്രയും ചേർന്നതാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ അലിമെന്ററി കനാൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലെ പാർട്ട് എന്ന് പറയുന്നത്. ഇത്രയും പോർഷൻസ് ആണ് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വരുന്നത്. ഇനിയും ഓൾറെഡി ടീച്ചർ പറഞ്ഞായിരുന്നു, ചില ഗ്ലാൻസുകൾ, ചില ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകളും നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ മൗത്തിന്റെ കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മൾ കറക്റ്റ് ആയിട്ട് ഫുഡ് ചവച്ചരച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളുടെ മൗത്തിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ സലൈവറി ഗ്ലാൻഡ്, ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ചില സെക്രീഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ചില സെക്രീഷൻസ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഇത്രയും പാർട്ടാണ് എന്തിൽ വരുന്നത്? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓർക്കുമ്പോൾ എന്തൊക്കെയാണ് ഓർക്കേണ്ടത്? മെയിൻലി രണ്ട് പാർട്ടുകളാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ളത്. ഒന്നാമത്തേത് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മളുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് അലിമെന്ററി കനാൽസ് ഉണ്ടായിരിക്കും. ഈ രണ്ടും കൂടി ചേർന്നതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അലിമെന്ററി കനാലിന്റെ പാർട്സ് ഏതൊക്കെയാണ്? മൗത്ത് ഉണ്ട്, ഈസോഫാഗസ് ഉണ്ട്, സ്റ്റൊമക് ഉണ്ട്, സ്മോൾ ഇന്റസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇന്റസ്റ്റൈൻ ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് പറഞ്ഞത്? നമ്മൾക്ക് പല ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും? പലതരത്തിലുള്ള ന്യൂട്രിയൻസ് കിട്ടും. അത് ചിലപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആവാം, ഫാറ്റ് ആവാം, മിനറൽസ് ആവാം, വിറ്റമിൻസ് ആവാം, വാട്ടർ ആവാം, അങ്ങനെ പല തരത്തിലുള്ള എന്ത് കിട്ടും? ന്യൂട്രിയൻസ് കിട്ടും. ഈ ന്യൂട്രിയൻസിന് ഓരോന്നിനും നമ്മുടെ ബോഡിയിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും അത് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല, ഈ പറയുന്ന ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഓരോരോ ആക്ടിവിറ്റീസിനും എന്താണ്? ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഓർത്ത് വെക്കുക. കാർബോഹൈഡ്രേറ്റ് എനർജിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതും, വാട്ടർ നമ്മുടെ എല്ലാ ബോഡി ആക്ടിവിറ്റീസിനെയും എന്താണ് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. പിന്നെ ഡൈജഷൻ എന്തായിരുന്നു? ഡൈജഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? സിമ്പിൾ ആയിട്ടുള്ള അബ്സോർബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ ഡൈജഷൻ നോക്കുവാണെങ്കിൽ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്തൊക്കെ ചേർന്നതായിരുന്നു? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മളുടെ എന്തായിരുന്നു? ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഉണ്ട്. പിന്നെ രണ്ടാമത്തേത് ഏതാണ്? നമ്മുടെ അലിമെന്ററി കനാൽ. ഇത് രണ്ടും കൂടി ചേർന്നതാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ പാർട്സ് ഏതൊക്കെയായിരുന്നു? നമ്മുടെ ഏതൊക്കെയായിരുന്നു മേജർ ആയിട്ടുള്ള പാർട്സ്? ഏതൊക്കെയായിരുന്നു അലിമെന്ററി കനാലിലെ? നമ്മളുടെ മൗത്ത് ഉണ്ട്, പിന്നെ ലോങ് ആയിട്ടുള്ള ഒരു ട്യൂബ് ഉണ്ട്. ആ ട്യൂബിന് പറയുന്ന പേരെന്തായിരുന്നു? ഈസോഫാഗസ്. ഓക്കെ, രണ്ടാമത്തെ പാർട്ടാണ് ഈസോഫാഗസ്. ഇനി ഈസോഫാഗസ് എൻഡ് ചെയ്യുന്ന ആ ഒരു പാർട്ട് ഏതാണ്? നമ്മളുടെ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിൽ കുറെ നേരം ഡൈജഷൻ നടക്കും. ഡൈജഷൻ കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്കായിരിക്കും പിന്നെ ഫുഡ് പോകുന്നത്? ആ ഫുഡ് പോകുന്നത് പിന്നീട് നമ്മളുടെ സ്മോൾ ഇന്റസ്റ്റൈനിലേക്കായിരിക്കും. സ്മോൾ ഇന്റസ്റ്റൈനിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ഡൈജഷൻ നടന്നതിന് ശേഷം ആവശ്യമുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും നമ്മുടെ സെല്ലിലേക്ക് അബ്സോർബ് ചെയ്യും. ആ അബ്സോർപ്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്താണ്? വീണ്ടും കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും നമ്മുടെ ബോഡിയിൽ. നമുക്ക് ആവശ്യമില്ലാത്ത ഫുഡിൽ വഴി ചെന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ എന്ത് ചെയ്യും? നമ്മളുടെ സ്മോൾ ഇന്റസ്റ്റൈനിൽ നിന്നും ലാർജ് ഇന്റസ്റ്റൈനിലേക്ക് എൻ്റർ ചെയ്ത്
അവിടെ ചില പ്രോസസ്സുകളൊക്കെ നടന്ന് ആവശ്യമുള്ള വാട്ടറിന്റെ റീഅബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? രക്തത്തില് നമ്മളുടെ ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്ത് വെച്ച് ലാസ്റ്റ് എന്ത് ചെയ്യും? ആ ഒരു എക്സ്ക്രീറ്റേനെ എന്ത് ചെയ്യും? നമ്മളുടെ നമ്മളുടെ ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യും. ഓക്കെ, ആ ഒരു എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റിനെ നമ്മളുടെ ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഡൈജഷന്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടി കാണും. അടുത്ത ക്ലാസ് മുതൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഓരോരോ പാർട്ടിലും, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഓരോരോ പാർട്ടുകളെ കുറിച്ച് പറഞ്ഞു. ആ ഓരോ പാർട്സിലും എന്താണ് നടക്കുന്നത്, എന്തൊക്കെ എൻസൈംസ് ആണ് അതിൽ ആക്ട് ചെയ്യുന്നത്, എന്തൊക്കെ ഡൈജഷൻ പ്രോസസ് ആണ്. ഇപ്പൊ ഫാറ്റിന്റെ ഡൈജഷൻ നടക്കുന്നത് എവിടെയാണ്, കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ നടക്കുന്നത് എങ്ങനെയാണ്, നമ്മളുടെ ബോഡിയിലേക്ക് എങ്ങനെയാണ് ഈ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. Manorama Horizon, learning made simple.